ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇടിവെട്ടി മഴ പെയ്യേണ്ടിയിരുന്ന തുലാമാസം ഒരിടിമുഴക്കവും കേൾപ്പിക്കാതെ മടങ്ങി. കാലവർഷത്തിലും തുലാവർഷത്തിലും കൂടി കിട്ടേണ്ടിയിരുന്ന മഴയുടെ പകുതി മാത്രം കിട്ടിയ കേരളം വരൾച്ചാബാധിതമായി കഴിഞ്ഞു. വയനാട്, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമായി കഴിഞ്ഞു. കൃഷിമേഖലയാകെ വരണ്ടുണങ്ങി. കേരളം നേരിട്ട് തുടങ്ങിയിരിക്കുന്ന ദുരിത ജീവിത ചിത്രങ്ങളാണ് ബിയോണ്ട് ദി ഹെഡ്ലൈൻസിൽ ആദ്യം. കേരളത്തിൻ്റെ ശീതകാല പച്ചക്കറിയുടെ കേന്ദ്രമായ ഇടുക്കി ജില്ലയിലെ വട്ടവടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ആദ്യം കണ്ടത്. നമ്മുടെ ഹരിതസമൃദ്ധിയുടെ കലവറയായ വയനാട്ടിൽ നിന്നും നെല്ലറയായ പാലക്കാട് നിന്നുമുള്ള ദൃശ്യങ്ങളും നമ്മളോട് എന്തോ പറയുന്നുണ്ട്. ഇടിമിന്നലിൻ്റെ അകമ്പടിയോടെ മഴ പെയ്തിറങ്ങുന്ന തുലാം മാസം പിന്നിട്ട് വൃശ്ചികത്തിലേക്ക് കടന്നിട്ടേയുള്ളൂ. കൊടും വേനലിൻ്റെ നാളുകൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഇടിമുഴക്കത്തിൻ്റെ ശബ്ദമില്ലാതെ കടന്നുപോയ ഒരു തുലാം മാസം മുതിർന്ന തലമുറയുടെ ഓർമ്മകളിൽ പോലും ഉണ്ടാകാനിടയില്ല. നമ്മുടെ കാലാവസ്ഥ മാറുക തന്നെയാണെന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഇടവപ്പാതി നമ്മളെ ചതിച്ചു. നമുക്ക് 34% മഴക്കുറവ്. അതിനുശേഷം തുലാവർഷത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയും ഇപ്പോൾ അസ്തമിക്കുകയാണ്. കാരണം തുലാവർഷത്തിൻ്റെ ഏകദേശം എൻഡിലോടടുത്ത് നമ്മൾ 63% മഴക്കുറവാണ് കേരളത്തിൽ പൊതുവെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ വടക്കൻ ജില്ലകളിൽ, വിശേഷിച്ച് തൃശ്ശൂരിന് വടക്കോട്ടുള്ള ജില്ലകളിൽ 80% വരെ മഴക്കുറവ്, 80-85% മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പടിഞ്ഞാറ് ഭാഗമുള്ള പസഫിക് ഓഷനിൽ നമുക്ക് പ്രതികൂലമായി ഉണ്ടായ ന്യൂനമർദ്ദ മേഖലകൾ ആണ് ഈ മഴയെ ചതിച്ചത്. അത് മൂന്നോ നാലോ സൈക്ലോണിക് സ്റ്റോംസ് പസഫിക്കിലും ബേ ഓഫ് ബംഗാളിലുമായിട്ട് നമുക്ക് പ്രതികൂലമായി ഭവിച്ചു. നമ്മുടെ പ്രകൃതിയെ നാം ആവശ്യത്തിൽ കൂടുതൽ ചൂഷണം ചെയ്തതിൻ്റെ ഫലമായും മഴ കിട്ടേണ്ട സമയത്ത് ആവശ്യത്തിന് കിട്ടാതെ വരികയും കിട്ടുന്ന മഴ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ കിട്ടാതെ വരികയും ചെയ്യും. പക്ഷേ ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഇവിടുത്തെ മാത്രം ഒരു പ്രതിഭാസമല്ല. തെക്കേ ഇന്ത്യയിൽ തന്നെ എവിടെയൊക്കെ ഇത് കിട്ടേണ്ടതുണ്ടോ അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. ഈ വെള്ളമില്ലായ്മ യഥാർത്ഥത്തിൽ നമ്മൾ സൃഷ്ടിച്ചത് തന്നെയല്ലേ? എവിടെയും വെള്ളം സുലഭമായിരുന്ന നമ്മൾ വെള്ളത്തിൻ്റെ വില അറിയാതിരുന്നതിൻ്റെ കെടുതി കൂടിയാണിത്. നമ്മുടെ അത്യാർത്തി ജലസ്രോതസ്സുകളുടെയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുടെയും മേൽ കൈവച്ചതിൻ്റെയും കെടുതി. ഈ മഴയില്ലായ്മ കേരളമാകെ കൊണ്ടുവരാൻ പോകുന്ന കെടുതികൾ എന്തൊക്കെയാകുമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. വയനാട്ടിലെ ജലസ്രോതസ്സുകളിൽ നല്ല പങ്കും വറ്റിവരണ്ടു. വെള്ളം കിട്ടാതെ നെൽകൃഷിയിൽ നല്ല പങ്കും കരിഞ്ഞുണങ്ങി. കിണറുകൾ ഒന്നൊന്നായി വറ്റിവരണ്ടുകൊണ്ടിരിക്കുന്നു. ഇടുക്കിയിൽ ഏലം, കുരുമുളക് കൃഷികളെ മഴയില്ലായ്മ സാരമായി ബാധിച്ചു. പാലക്കാട്ട് 2ാം വിള നെൽകൃഷി ഉപേക്ഷിക്കാൻ സർക്കാർ തന്നെ കർഷകരോട് ആവശ്യപ്പെട്ടു. ചരിത്രത്തിൽ ആദ്യമായാണിത്. ഒടുവിലത്തെ മീറ്റിങ്ങിൽ അവർ പറഞ്ഞു, കളക്ടറും അതുപോലെ തന്നെ ഉപദേശ സമിതിയും, നിങ്ങൾ ക്രോപ്പ് ഇറക്കണ്ട എന്നാണ് ഇത് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. ഞങ്ങൾ ഓൾറെഡി ഈ 16-ാം തീയതിക്ക് മുൻപ് തന്നെയൊക്കെ ഇതിൻ്റെ വിതയും അതുപോലെ തന്നെ അത്യാവശ്യം നടിയിലുള്ള ആളുകളൊക്കെ ഞാറ്റടി തയ്യാറാക്കി ഞാറ്റിൻ്റെയൊക്കെ പ്രിപ്പയർ ചെയ്ത് അത് നടണ്ട എന്ന് അവർ ഒറ്റയടിക്ക് പറഞ്ഞെങ്കിലും അതിനൊരു ആൾട്ടർനേറ്റീവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പച്ചക്കറി ഇത് നല്ലതായിട്ട് ഞങ്ങൾ വെള്ളമൊഴുക്കി എല്ലാം വന്നുകൊണ്ടിരുന്നത് പെട്ടെന്നാണ് ഇതിങ്ങനെ ഉണങ്ങി കരിഞ്ഞു പോയി. ഇഷ്ടംപോലെ കാ പറിച്ചുകൊണ്ടിരുന്നത് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. കുടിവെള്ളം ഇപ്പോൾ അവിടെ ഇല്ല. ബോറുകളൊക്കെ താത്തി ഇപ്പോൾ ബോർ വെള്ളങ്ങളിൽ നമ്മുടെ വീട്ടിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കിണറുകളൊക്കെ വറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ്. വേറെ ഒരു മാസം പിടിച്ചു നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ കുടിവെള്ളത്തിനും ടൈറ്റ് തന്നെയാണ്. എൻ്റെയൊക്കെ ഓർമ്മയിൽ ഈ താഴെക്കൂടെ എല്ലാം നല്ല തോട് ചുമ്മാ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് താഴെ ഒരു ചെറിയ കുഴി കുത്തിയ ഒരു ഓലിയിൽ നിന്നായിരുന്നു ഞങ്ങൾ വെള്ളം കോരി വീട്ടാവശ്യത്തിനെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഓലിയൊക്കെ പറ്റിപ്പോയിട്ട് ഒന്നുമില്ല. ഇനിയിപ്പോൾ നഞ്ച കൃഷി എടുക്കണമെങ്കിൽ ഇനിയിപ്പോൾ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. നഞ്ച കൃഷിക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ മാർച്ചിലുള്ള വെള്ളമാണ് ഇപ്പം നവംബർ മാസത്തിൽ
ഇപ്പം കബനി നദിയിലുള്ളത്. അപ്പോൾ ഏകദേശം ഒരു ഡിസംബർ ജനുവരി ആവുന്നതോടുകൂടെ കബനി നദി വറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കുരുമുളക് കൃഷിയിൽ ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ വ്യതിയാനം മാറി മാറി വന്ന മഴയും വെയിലും വന്നതോടുകൂടി കുരുമുളക് പൂത്തിരിക്കുന്നത്, അതിൻ്റെ തിരിയിടുക എന്ന് പറയും, കുരുമുളകിൻ്റെ ആ ഒരു തിരിയിട്ടിരിക്കുന്നത് 3 പ്രാവശ്യം 4 പ്രാവശ്യം കൊണ്ടാണ്. സാധാരണഗതിയിൽ വിളവെടുക്കാൻ കഴിയുന്ന ഒരു ട്രിപ്പിന് വിളവെടുക്കുന്ന അവസ്ഥയിൽ നിന്ന് 3 തവണ 4 തവണയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോയി, സ്പ്ലിറ്റ് ചെയ്ത് മുറിഞ്ഞു പോയിരിക്കുകയാണ്. ഈ വടക്കനാടിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നെൽവയലുകളാണ് കൃഷി ചെയ്യപ്പെടുന്നത്. ഈ നെൽവയലുകളുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. കുടിവെള്ള ലഭ്യത ഇപ്പോൾ തന്നെ ഒരു 1/2 കിലോമീറ്ററോളം ഒക്കെ ആളുകൾ തലച്ചുമടായിട്ടാണ് വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഉള്ള ഏതാനും ചില കുടിവെള്ള പദ്ധതികളൊക്കെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. വയനാട്ടിലിപ്പം നൂൽപ്പുഴ പഞ്ചായത്തിലോ അല്ലെങ്കിൽ കിടങ്ങനാട് വില്ലേജിലോ മാത്രമല്ല, പുൽപ്പള്ളി പ്രദേശം പരിശോധിക്കണം. ആ ഭാഗത്തൊക്കെ ആ കൃഷിയിടത്തിൽ ഇന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ മുരിങ്ങയുടെ കമ്പ് മാത്രമേ കാണാനുള്ളൂ. വരാൻ പോകുന്ന വേനൽക്കാലം കഠിനമായിരിക്കുമെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. ഇടുക്കിയിലെയും വയനാട്ടിലെയും നാണ്യവിളകളും പാലക്കാട്ടെ നെൽപ്പാടങ്ങളും ഇക്കുറി നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കാര്യമായി ഒന്നും സംഭാവന ചെയ്യാൻ ഇടയില്ല. ഇവിടേക്ക് വരേണ്ട മഴയൊക്കെ എവിടെ പോയി? നല്ല കാലവർഷം പ്രവചിച്ചിരുന്നെങ്കിലും കാലവർഷത്തിലും മഴ കുറഞ്ഞു. തുലാവർഷം അമ്പേ ചതിക്കുകയും ചെയ്തു. ഇത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും സാരമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. അപ്പോൾ റെയിൻഫാൾ ഇത്രയും കമ്മിയായിരിക്കുന്നത് കൊണ്ട് അത് സാമ്പത്തിക പ്രവർത്തനങ്ങളെ ബാധിക്കും. പ്രധാനമായിട്ടും വെള്ളത്തിൻ്റെ ലഭ്യത കുറയ്ക്കും. ഇപ്പോൾ വെള്ളത്തിനെ ആശ്രയിച്ചിട്ടുള്ള എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഉപയോഗം, അതിൻ്റെ ഉപഭോഗം വളരെ ആസൂത്രിതമായി പ്ലാൻഡായിട്ട് നടത്തേണ്ട ഒരു വർഷമാണ്. 1 ഏക്കർ നെൽവയൽ കൃഷി ചെയ്യുന്നതിന് ചുരുങ്ങിയത് 50,000 രൂപയുടെ ചിലവുണ്ട്. നമുക്ക് 1 ഏക്കറിലെ നെല്ല് വിറ്റാൽ ഇവിടെ വന്യമൃഗത്തിൻ്റെ ശല്യം കഴിച്ച് വരൾച്ച കഴിച്ചിട്ട് 1 ഏക്കറിൽ കിട്ടുന്നത് ചുരുങ്ങിയത് ഒരു 100 പറ നെല്ല് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 800 കിലോ നെല്ല്, 8 കിൻഡൽ നെല്ല്. ഈ 8 കിൻഡൽ നെല്ല് എന്ന് പറയുന്ന നിലവിലെ മാർക്കറ്റ് വെച്ചിട്ട് 24,000 രൂപ വരെ എത്താത്ത 20,000 രൂപ വരെ എത്താത്ത ഒരു സാഹചര്യമുണ്ട്. ഏലകൃഷിയിൽ ഏതാണ്ട് 16,000 മെട്രിക് ടൺ മുതൽ 20,000 മെട്രിക് ടൺ വരെ ഉൽപ്പാദനം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് 5,000-6,000 മെട്രിക് ടണ്ണാണ്. ഉൽപ്പാദന രംഗത്ത് നമ്മൾ പറയുമ്പോൾ 15,000 കോടി രൂപയുടെ സ്പൈസസ് നമ്മൾ കയറ്റി അയച്ചിരുന്നു. ഈ തവണ അത് 6,000-5,000 കോടിയിലേക്ക് കുറയുമെന്നുള്ളതാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. സഹകരണ ബാങ്കുകളിൽ നിന്നും ബാക്കി ബാങ്കുകളിൽ നിന്നെല്ലാം വായ്പ എടുത്തിട്ടാണ് ഞങ്ങൾ കൃഷിയൊക്കെ ഇറക്കിയിരിക്കുന്നത്. പച്ചക്കറി കൃഷിയാണെങ്കിലും മറ്റ് കൃഷികളെല്ലാം ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതത് തിരിച്ചടയ്ക്കാൻ പോലും യാതൊരു മാർഗ്ഗമില്ലാതെ ഞങ്ങൾ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണിനെ അറിഞ്ഞ് കൃഷിയെ സ്നേഹിച്ചിരുന്ന കർഷകർക്ക് ഈ അവസ്ഥയെക്കുറിച്ച് കുറേയേറെ പറയുവാനുണ്ട്. പ്രകൃതിയെ അറിയാതെ അത്യാർത്തിയോടെ കൃഷി ചെയ്ത കർഷകരും ഇതിന് ഉത്തരവാദികളാണെന്ന് അവർ പറയുന്നു. നെൽവയലുകളില്ലെങ്കിൽ തണ്ണീർത്തടങ്ങളില്ല, വെള്ളം സംരക്ഷിക്കപ്പെടില്ല. ഇപ്പോൾ ചെയ്യുന്ന വാഴ, ഇഞ്ചി ഇത്തരം കൃഷികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ജലചൂഷണവും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഡ്രെയിനേജുകളോടൊപ്പം ഭൂമിയിലേക്ക് ഇറങ്ങേണ്ട വെള്ളം അത് ഭൂമിയിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്നില്ല. ഇവിടുത്തെ വരൾച്ചയ്ക്ക് ഏറ്റവും കാരണം തേക്ക്, സ്വാഭാവിക വനം മുറിച്ച് തേക്ക് വെച്ച് പിടിപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വരൾച്ച ഇവിടെ അനുഭവപ്പെടുന്നത്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നോക്കി നിൽക്കെ താഴുകയാണ്. ഇപ്പോൾ ഇടുക്കി ഡാമിലുള്ളത് സംഭരണശേഷിയുടെ 40% മാത്രം വെള്ളമാണ്. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ നവംബർ-ഡിസംബർ മാസങ്ങളിലെ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണിത്. അട്ടപ്പാടി മേഖലയിൽ ആദിവാസികളുടെ കൃഷിയിടങ്ങളാകെ കരിഞ്ഞുണങ്ങി. 4 മാസമായി ഒരു തുള്ളി മഴ പോലും കിട്ടാത്ത സ്ഥലങ്ങളുണ്ടിവിടെ. കടും വരൾച്ചയാണ്. ഞാറുപാകിയതൊക്കെ കരിഞ്ഞും പോയി, പിന്നെ വിതച്ചതൊക്കെ കരിഞ്ഞും പോയി. അത് വളരെ ദയനീയ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയൊരു തിരിച്ചുപോക്ക് നമുക്ക് സാധ്യമാണോ? തിരിച്ചു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും കേരളത്തിൻ്റെ ഭാവി? ലളിതമായ ഉത്തരങ്ങളില്ലാത്ത നിരവധി ചോദ്യങ്ങളാണ് കേരളീയ ജീവിതത്തിന് മുന്നിൽ ഉയരുന്നത്. ഇതിൻ്റെ പോംവഴികളും പ്രകൃതി രീതികളെ തിരിച്ചുപിടിക്കുവാനുള്ള വഴികളും ഇപ്പോഴും വ്യക്തമല്ല. ഇതിനുള്ള പ്രായോഗിക സമീപനങ്ങൾ ഉപദേശിക്കുവാൻ ആരും സന്നദ്ധരായിട്ടുമില്ല. ഈ വർഷം നമുക്ക് എല്ലാ വാട്ടർ സോഴ്സസിലും നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവലിലും ഒക്കെയുള്ള വെള്ളം എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു തരത്തിലുള്ള അനാശാസ്യ പ്രവണതകളും അതിനെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ ഏറ്റവും ആവശ്യമുള്ള കുടിവെള്ള ആവശ്യം, അതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റൈസ് ചെയ്ത് ഉപയോഗിക്കുന്നതിനുള്ള ഒരു ശ്രമം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇനിയെങ്കിലും പ്രകൃതിയെ കൂടുതൽ ചൂഷണം ചെയ്യാതെ
പ്രകൃതിയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു പോവുകയും ഇതുപോലെയുള്ള ജലം ശേഖരിച്ച് വയ്ക്കുന്ന പല രീതികളും, അതായത് കിണർ, കുളം ഇതുപോലെയുള്ളതെല്ലാം നന്നായി വെച്ച് വരുന്ന മഴക്കാലത്തെങ്കിലും ഇനി അടുത്ത കാലങ്ങളിൽ നമുക്കിങ്ങനെ ഒരു ദുസ്ഥിതി വരാതിരിക്കാൻ ശ്രമിച്ചാൽ നമുക്കെല്ലാം കൊള്ളാം. 44 നദികളും ഒന്നിലേറെ വൻകിട കായലുകളുമുള്ള കേരളത്തിൽ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും മരിക്കുന്ന കാലത്തേക്കാണോ നമ്മൾ നടന്നെടുക്കുന്നത്? ഒരു മരുഭൂമിയുടെ നടുവിൽ നിന്ന് ഇവിടെയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പച്ചപ്പുണ്ടായിരുന്ന പ്രദേശം എന്ന് ഭാവി തലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കേണ്ട അവസ്ഥയിലേക്കാണോ നമ്മൾ പുരോഗമിക്കുന്നത്? പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിൻ്റെ നോംസ് തരും. അതിന് അനുയോജ്യം അല്ലെങ്കിൽ അതിന് അനുസൃതമായിട്ട് തന്നെയായിരിക്കും ഇത് തുടക്കമിടുക. മാലിന്യ പ്രശ്നം നമ്മുടെ നഗരങ്ങൾക്കെല്ലാം ഒരു കറവപ്പശുവാണ്. അതിനാൽ തന്നെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ആരും താല്പര്യമെടുക്കാറില്ല. ഇതുതന്നെയാണ് കൊച്ചിയിലെ ബ്രഹ്മപുരത്തെയും പുതിയ തർക്കവിഷയം. ഇവിടെ പുതിയ പ്ലാന്റ് സ്ഥാപിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നു. മാലിന്യ പ്രശ്നം എന്നും കൊച്ചിയുടെ തലവേദനയാണ്. ബ്രഹ്മപുരത്ത് കോടികൾ മുടക്കി സ്ഥാപിച്ച സംസ്കരണ പ്ലാന്റ് എന്നും വിവാദങ്ങളുടെ കൂടി മാലിന്യ കൂമ്പാരവും. മാലിന്യ സംസ്കരണത്തിന് കൊച്ചി കോർപ്പറേഷൻ കൊണ്ടുവന്ന പദ്ധതികൾ പലപ്പോഴും വിവാദങ്ങളിൽപ്പെട്ടു. ബ്രഹ്മപുരത്തെ സംസ്കരണ പ്ലാന്റ് പൊട്ടിപ്പൊളിഞ്ഞതോടെ വർഷങ്ങളായി മാലിന്യ സംസ്കരണം പേരിന് മാത്രമായി. ഇതോടെയാണ് പുതിയ പ്ലാന്റ് നിർമ്മിക്കാൻ കോർപ്പറേഷൻ ആലോചന തുടങ്ങിയത്. കരമാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടായതിനാൽ ഇതുകൂടി മറികടക്കാവുന്ന പദ്ധതിയാണ് കോർപ്പറേഷൻ പരിഗണിച്ചത്. ആലോചനകൾക്കൊടുവിൽ മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് കൊച്ചിക്ക് അഭികാമ്യമെന്നാണ് വിലയിരുത്തിയത്. പലതരത്തിലുള്ള ടെക്നോളജികളും ഇതെല്ലാം നമ്മളുടെ മുൻപിൽ പല ആളുകളും പഠന റിപ്പോർട്ടുകളും ഒക്കെ കൊണ്ടുവന്നു. അതിലെല്ലാത്തിലും പലരും കമ്പോസ്റ്റിംഗ് പറഞ്ഞെങ്കിൽ പോലും കമ്പോസ്റ്റിംഗ് വെറും ഒരു ഭാഗം മാത്രമേ സംസ്കരിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോഴും ഈ പ്ലാസ്റ്റിക്കും റബ്ബറും അതുപോലെ തെർമോക്കോളും മറ്റ് നഗരമാലിന്യങ്ങളും ഇൻഡസ്ട്രിയൽ വേസ്റ്റൊക്കെ നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ ദീർഘകാലത്തെ ഒരു ആലോചനയ്ക്ക് ശേഷം അവസാനമാണ് വേസ്റ്റ് ടു എനർജി ടെക്നോളജിയാണ്, ഗ്യാസിഫിക്കേഷനാണത്, അതാണ് ഏറ്റവും അനുയോജ്യമെന്ന് കണ്ടെത്തുകയും അത് സർക്കാരിലേക്ക് ഉള്ള ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഈ കാര്യത്തെക്കുറിച്ചുള്ള അപ്രൂവൽസ് ഒക്കെ എടുത്തിട്ട് അവരുടെ കൂടി ഒരു കൺകറൻസോടുകൂടി ഈ പദ്ധതി ഈ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ടെൻഡർ ചെയ്തു. UK കേന്ദ്രമായി പ്രവർത്തിക്കുന്ന JJ ഇക്കോ പവർ ലിമിറ്റഡ് എന്ന കൺസോർഷ്യമാണ് പുതിയ പ്ലാന്റ് നിർമ്മാണത്തിന് കരാർ എടുത്തിരിക്കുന്നത്. ബയോഡൈയിങ്ങിലൂടെ മാലിന്യങ്ങൾ ഉണക്കിയ ശേഷം ഗ്യാസിഫിക്കേഷൻ വഴി നീരാവി ഉൽപ്പാദിപ്പിക്കും. ഈ നീരാവി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. തരംതിരിക്കാതെ ഖരമാലിന്യങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കാമെന്നതാണ് നിർദ്ദിഷ്ട പ്ലാന്റിന്റെ പ്രത്യേകതയെന്ന് കമ്പനി ഉടമകൾ അവകാശപ്പെടുന്നു. അതായത് ജൈവ മാലിന്യത്തിനൊപ്പം തന്നെ പ്ലാസ്റ്റിക്കും തടിക്കഷ്ണങ്ങളുമെല്ലാം സംസ്കരിക്കാം. മാലിന്യ സംസ്കരണത്തിലൂടെ 10 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇത് KSEBിക്ക് വിൽക്കാനും ധാരണയായിട്ടുണ്ട്. പദ്ധതിയുടെ നടത്തിപ്പിനായി 20 ഏക്കർ സ്ഥലമാണ് ആവശ്യമായി വരുന്നത്. ഇതിൽ 5 ഏക്കർ ഇതിനോടകം തന്നെ കൈമാറിക്കഴിഞ്ഞു. 20 വർഷമാണ് കരാറിന്റെ കാലാവധി. ജൈവ മാലിന്യവും കരമാലിന്യവും ഒരുമിച്ച് സംസ്കരിക്കുന്നത് അശാസ്ത്രീയമാണെന്ന് മാത്രമല്ല, അത് പരിസ്ഥിതിയെ മലിനപ്പെടുത്തുമെന്നും ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മാത്രമല്ല, കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള മാലിന്യ സംസ്കരണം സാധ്യമാകില്ലെന്നും അവർ വ്യക്തമാക്കുന്നു. കരമാലിന്യ സംസ്കരണത്തിന് ഇൻസിനറേഷൻ, ഗ്യാസിഫിക്കേഷൻ, പൈറോളിസിസ് എന്നീ 3 രീതികളാണ് ഉള്ളത്. ഇതിൽ ഗ്യാസിഫിക്കേഷൻ എന്ന പ്രക്രിയയാണ് നിർദ്ദിഷ്ട പ്ലാന്റിൽ ഉപയോഗിക്കുന്നത്. ഗ്യാസിഫിക്കേഷനിൽ മാലിന്യം കത്തിച്ചു കിട്ടുന്ന സിന്തറ്റിക് ഗ്യാസ് ഉപയോഗിച്ചാണ് നീരാവി കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്തരത്തിൽ മാലിന്യം സംസ്കരിക്കുമ്പോൾ അത് വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ ഗ്യാസിഫിക്കേഷന് വേണ്ടി ചൂടാക്കുമ്പോൾ പിറവി കൊള്ളുന്ന പല രാസവസ്തുക്കളും ക്യാൻസറിന് വഴിവെക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രവുമല്ല, പ്ലാന്റിൽ നിന്നും പുറന്തള്ളുന്ന റീസൈക്ലിംഗ് ജലം കടമ്പ്രയാറിനെയും ചിത്രപ്പുഴയെയും മലിനമാക്കുകയും ചെയ്യും. അതോടെ മത്സ്യങ്ങളടക്കമുള്ള ജലജീവികൾ ഇല്ലാതാകും. ഇപ്പോൾ നമുക്ക് ചീഞ്ഞു നാറുന്ന മണം മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പം പ്ലാസ്റ്റിക് അടക്കമുള്ള മരക്കഷ്ണങ്ങളടക്കമുള്ള മാലിന്യങ്ങൾ കത്തിക്കാൻ പോവാണ്. അതൊരു 850 ഡിഗ്രിയിലെ ഗ്യാസിഫിക്കേഷൻ നടത്തി കഴിയുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് വരാൻ പോകുന്നത്
പിന്നെ ഡയോക്സിനും ഫ്യൂറാനും ആഷും അതുപോലെ തന്നെ ലിക്വിഡ് ആസിഡാണ്, ആസിഡ് വേപ്പറൊക്കെ വരാൻ പോകുന്നത്. അതിൽ ക്യാൻസർ ഉണ്ടാക്കാത്തക്ക തരത്തിലുള്ള വാതകങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ഒരിക്കലും പ്ലാസ്റ്റിക് കത്തിക്കുന്നത് അനഭിലഷണീയമാണ്. അതൊരിക്കലും കത്തിക്കാൻ തന്നെ പാടില്ല. കാരണം ഡയോക്സിൻ പുറത്തേക്ക് വരും, ഫ്യൂറാൻ വരും. ഇത്രയും വലിയ ടെമ്പറേച്ചറിൽ പ്രത്യേകിച്ച് 800-850 ഡിഗ്രി സെൽഷ്യസിലേക്ക് കത്തുമ്പോൾ തീർച്ചയായിട്ടും ബ്രോമിനേറ്റഡ് കോമ്പൗണ്ട് തന്നെ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയും മാലിന്യത്തിന്റെ ഘടനയും വ്യത്യസ്തമായതിനാൽ യൂറോപ്യൻ മാതൃകയിൽ ഇവിടെ മാലിന്യ സംസ്കരണം സാധ്യമാകില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണം നടത്തുന്നതിനായുള്ള സാങ്കേതിക വിദ്യകൾ നിർദ്ദേശിക്കാൻ നിയോഗിക്കപ്പെട്ട RVG മേനോൻ സമിതിയും ഗ്യാസിഫിക്കേഷൻ സാങ്കേതികവിദ്യ കേരളത്തിന് അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇന്ത്യയിൽ ഒരിടത്തും ഈ സാങ്കേതികവിദ്യ മുൻപ് ഉപയോഗിച്ചിട്ടുമില്ല. അതിനാൽ തന്നെ കൊച്ചിയെ പരീക്ഷണശാലയാക്കരുതെന്നാണ് പദ്ധതിയെ എതിർക്കുന്ന കോർപ്പറേഷനിലെ പ്രതിപക്ഷത്തിന്റെ നിലപാടും. നമ്മുടെ മാലിന്യം ലോകത്തുള്ള മാലിന്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ നഗരത്തിൻ്റെ മാലിന്യം വ്യത്യസ്തമാണ്. ഇതുപോലെ മഴയും ഈർപ്പവും ഉള്ള ഒരു മാലിന്യം ആണ് നമുക്കുള്ളത്. അതുമാത്രമല്ല, നമ്മൾ ഇതുവരെ മറ്റു കാര്യങ്ങളിൽ മാലിന്യം വേർതിരിച്ച് ശേഖരിക്കുന്ന കാര്യത്തിൽ ദയനീയമായ പരാജയരിക്കെ വളരെ രാസവസ്തുക്കളടങ്ങിയ വലിയ വലിയ പ്രശ്നങ്ങളുള്ള മാലിന്യം കൊണ്ട് കത്തിച്ചാൽ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കത്തിച്ചാൽ അത് വലിയ പ്രകൃതി ദോഷം തന്നെയായിരിക്കും. അവിടെ മാത്രമല്ല, അത് കിലോമീറ്ററുകളും സഞ്ചരിച്ച് മനുഷ്യന് നാശം വിതയ്ക്കും. പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനാവശ്യമായ 300 ടൺ മാലിന്യം പ്രതിദിനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നതും പുതിയ പദ്ധതിയെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. ശാസ്ത്രീയ പഠനം നടത്താതെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 375 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതി സംബന്ധിച്ച് പബ്ലിക് ഹിയറിംഗ് നടത്തിയിട്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു. എന്നാൽ പദ്ധതിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും കോർപ്പറേഷൻ മേയറും കമ്പനി അധികൃതരും നിഷേധിക്കുന്നു. ഇങ്ങനെ എമിഷൻസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആരോഗ്യത്തിന് ഹാനി വരുമോ എന്നുള്ളതിനെല്ലാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയമത്തിൻ്റെ അനുസൃതമായിട്ട് തന്നെയായിരിക്കും, വിധേയമായിട്ട് തന്നെയായിരിക്കും ഈ പ്ലാന്റ് നിർമ്മിക്കുക. അപ്പോൾ അവർക്ക് പരിശോധിക്കാം. അവർ പറയുന്ന രീതിയിലൊക്കെ ഇതിൻ്റെ എമിഷൻസും അതുപോലെ പുറത്തോട്ടുള്ള എഫ്ലുവൻസിൻ്റെ ഒക്കെ ടെസ്റ്റുകൾ നടത്തി. ഇത് വെള്ളത്തിലേക്ക് പോകുന്ന എഫ്ലുവൻറ്റ് മോശമായിട്ടുള്ളതാണോ, അതിൽ ബാക്ടീരിയ കണ്ടൻറ്റോ കെമിക്കൽ കണ്ടൻറ്റോ ഉണ്ടോ എന്ന് പരിശോധിച്ച് എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ, അതേപോലെ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഉണ്ടോ, ഇതെല്ലാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിൻ്റെ നോംസ് തരും. അതിന് അനുയോജ്യം അല്ലെങ്കിൽ അതിന് അനുസൃതമായിട്ട് തന്നെയായിരിക്കും ഇത് തുടക്കമുണ്ട്. ഇതെല്ലാം അഡ്രസ്സ് ചെയ്ത് എല്ലാ എലമെൻസും കൺസിഡർ ചെയ്ത് നമ്മുടെ മോയ്സ്ചർ ഉണ്ട്, നമ്മുടെ കോൺക്രീറ്റ് ഉണ്ട്, കല്ലുണ്ട്, മണ്ണുണ്ട്, ഇതിനകത്ത് ഇതെല്ലാം അൺസെഗ്രിഗേറ്റഡ് വേസ്റ്റ് പ്രോസസ് ചെയ്യാവുന്ന ടെക്നോളജിയാണ് ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നത്. ഒരു പെർമനന്റ് സസ്റ്റൈനബിൾ സൊല്യൂഷനാണ്. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് പവറാണ്. വി ക്രിയേറ്റ് 10 മെഗാവാട്ട് പവർ. കേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിനൊപ്പം തന്നെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പദ്ധതികളും ആസൂത്രണം ചെയ്യണമെന്നും പുതിയ പദ്ധതിയെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. കൊച്ചിയെ മാലിന്യ കൂമ്പാരമാക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ ഇത് അനിവാര്യമാണെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. വീട്ടിൽ നിന്ന് എനിക്കൊരു 15 രൂപ കിട്ടി. അതിൽ നിന്ന് 8 രൂപ മുടക്കിയാണ് ബോക്സ് ക്യാമറ മേടിച്ചത്. ആ ബോക്സ് ക്യാമറ ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. കേരളത്തിലെ ആദ്യകാല ഛായാഗ്രാഹകന്മാരിൽ ഒരാളാണ് VK ഷേണായി. 1958 മൈസൂരിൽ നിന്നാണ് ഷേണായി ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ നേടിയത്. ഷേണായിയുടെ ജീവിതവിശേഷങ്ങളാണ് ഇനി. കഥ തുടങ്ങുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. ചേർത്തലക്കാരൻ വ്യാസകുമാര ഷേണായിയുടെ അച്ഛന് പുകയില കച്ചവടമായിരുന്നു. 2ാം ലോക മഹായുദ്ധകാലം. നാട്ടിൽ മുഴുവൻ ബ്രിട്ടീഷ് പട്ടാളക്കാരാണ്. അവർക്ക് വായിക്കാൻ ഇംഗ്ലീഷ് മാഗസിനുകൾ വിദേശത്തു നിന്ന് വരും. പുകയില പൊതിഞ്ഞുകൊടുക്കാൻ പഴയ മാസികകൾ ഷേണായിയുടെ അച്ഛൻ വാങ്ങിയിരുന്നു. അതിലെ ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഫോട്ടോഗ്രഫിയോടുള്ള കമ്പത്തിന് വിത്ത് വിതച്ചു. കച്ചവടക്കാരനാകണം എന്ന് ശ്രീനിവാസ ഷേണായി ആഗ്രഹിച്ചെങ്കിൽ മകൻ സ്വന്തം ലോകം തെരഞ്ഞെടുത്തു. ഈ SSLC പാസ്സായി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഇന്റർമീഡിയറ്റ് പഠിക്കാൻ പോയി. പ്രീ യൂണിവേഴ്സിറ്റി ഇന്റർമീഡിയറ്റ് ഒക്കെ അത് പഠിക്കാൻ പോയത് 1947 ആണ്.
47 അന്ന് മുതൽ ഞാൻ ഇതിൽ താല്പര്യമുണ്ട്. അതിനു മുമ്പും താല്പര്യമുണ്ട്. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം സിനിമ കാണും, ലൈബ്രറി ഉണ്ട്, അവിടെ ബുക്സൊക്കെ നോക്കി വായിച്ചൊക്കെ പഠിച്ച് ബുക്സ് വാങ്ങിച്ചു. പിന്നെ അവിടെ വെച്ചാണ് ഞാൻ സ്റ്റിൽ ക്യാമറ, ആദ്യം ഒരു ബോക്സ് ക്യാമറ വാങ്ങുന്നത്. ബോക്സ് ക്യാമറ വാങ്ങിയത് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് എനിക്കൊരു 15 രൂപ കിട്ടി. അതിൽ നിന്ന് 8 രൂപ മുടക്കിയാണ് ബോക്സ് ക്യാമറ മേടിച്ചത്. ആ ബോക്സ് ക്യാമറ ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. പിന്നെ അതിലെ 4 ഫോട്ടോകൾ ഈ പാനലിലുണ്ട്. ചിത്രങ്ങളുടെ പിറകെ നടന്നതോടെ ഇന്റർമീഡിയറ്റ് തോറ്റു. പരീക്ഷ ജയിച്ചാൽ ഫോട്ടോഗ്രഫി പഠിക്കാൻ വിടാമെന്ന് സഹോദരങ്ങൾ. അങ്ങനെ ബാംഗ്ലൂരിലെ SJ പോളിടെക്നിക്കിലേക്ക് 1ാം തരത്തിൽ പരീക്ഷ പാസ്സായി. 1958 ഷേണായി സിനിമാറ്റോഗ്രഫിയിൽ ഡിപ്ലോമ നേടി. നേരെ മുംബൈക്ക് വണ്ടി കയറി. ബോംബെയിലെ താമസം പിന്നെയും 3 കൊല്ലം. ഇങ്ങനെ 6 കൊല്ലം താമസിച്ചപ്പോൾ എൻ്റെ ആകെ ചെലവ്, എൻ്റെ ഇടയ്ക്ക് ഞാൻ ഡയറി വെച്ചിട്ടുണ്ട്, ഓൺലി 10,000 റുപ്പീസ്. 10,000 രൂപയ്ക്ക് എൻ്റെ പഠിത്തം 6 കൊല്ലത്തെ ജീവിതവും പഠിക്കാനുള്ള ചെലവും ക്യാമറ വിലയും എല്ലാം കൂടെ 10,000 രൂപയിൽ നിന്നു. അങ്ങനെയാണ് അന്ന് പഠിച്ചത്. കഴിവ് തെളിയിച്ചപ്പോൾ മുംബൈയിലെ പ്രമുഖ ക്യാമറമാൻമാർ ഷേണായിയെ ഒപ്പം കൂട്ടി. ഒറീസയിലെ ആദ്യത്തെ ക്ലാസിക് ചിത്രമായ കനകലതയ്ക്ക് ക്യാമറ ചലിപ്പിച്ചത് ഈ ചേർത്തലക്കാരനാണ്. പിന്നീട് നിരവധി അവസരങ്ങൾ. സിനിമാ താരങ്ങളുടെ ഫോട്ടോയൊക്കെ ഞാൻ എടുത്ത് ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. ഹോളിവുഡ് താരങ്ങൾ, അതിൻ്റെ അടുത്തൊന്നും ഇന്നത്തെ ആളുകൾ ഫോട്ടോ എടുത്താൽ വരികയില്ല. അത്രമാത്രം പ്യൂറാണ്. ശ്രദ്ധിച്ചാണ് എടുക്കുന്നത്. സ്റ്റാൻഡ് ക്യാമറയിൽ വെച്ച് ഒരെണ്ണം എടുക്കും, 2 എണ്ണം പോലും എടുക്കത്തില്ല. ആ ഒരെണ്ണം കറക്റ്റായിരിക്കും. അപ്പോൾ അത്രയും സ്റ്റഡി ചെയ്ത് ഞങ്ങൾ അന്ന് എടുക്കുമായിരുന്നു. കൊൽക്കത്തയിലെ ന്യൂ ഇന്ത്യ ലാബറട്ടറിയിൽ വെച്ച് സാക്ഷാൽ സത്യജിത്ത് റേ ഷേണായുടെ സിനിമയുടെ പ്രോസസ്സിംഗ് കാണാനിടയായി. ഈ ദൃശ്യങ്ങൾ പകർത്തിയ ആളോട് തന്നെ വന്ന് കാണണമെന്ന് ലാബ് ടെക്നീഷ്യനെ സത്യജിത്ത് റേ പറഞ്ഞേൽപ്പിച്ചു. ഇക്കാര്യം അറിഞ്ഞപ്പോൾ ലാബ് ടെക്നീഷ്യൻ തമാശ പറഞ്ഞതാകാനേ വഴിയുള്ളൂവെന്ന് ഷേണായി കരുതി. അതിനാൽ സത്യജിത്ത് റേയെ കാണാൻ പോയില്ല. ഇതിനിടയിൽ വെറുതെ ഒരു മോഹം, നാട്ടിൽ പോകണം. ചേർത്തലയിൽ എത്തിയ ഷേണായി പിന്നെ സിനിമാ ലോകത്തേക്ക് മടങ്ങിയില്ല. കാരണം സാമ്പത്തികം തന്നെ. അന്നത്തെ കാലത്തെ വർഷം ഒരു ഫോട്ടോ ഫിലിം 2 ബിറ്റ്, മലയാളത്തിൽ പിടിക്കുന്ന 8 ഫിലിമാണ്. അത്രയേ ഉള്ളൂ അന്നത്തെ കണക്ക്. ബോംബെയിലാണ് 20-30 ഫിലിമായിരിക്കും. അപ്പോൾ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, തുടർച്ചയായിട്ട് ജോലി കിട്ടാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അതൊരു പ്രശ്നം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഈ ബോംബെ സിറ്റി, നോർത്ത് ഇന്ത്യൻ സിറ്റികളൊക്കെ താമസിക്കാൻ ഒരു മുറി അല്ലെങ്കിൽ 2 മുറി. എനിക്ക് 1 മുറിയും 2 മുറിയും ഒന്നും ഇഷ്ടമില്ല. തുടർന്ന് നാട്ടിൽ പല കച്ചവടങ്ങൾ പരീക്ഷിച്ച ഷേണായി എന്ന സിനിമാറ്റോഗ്രാഫർ പിന്നെ വിവാഹ ഫോട്ടോകൾ എടുക്കുന്ന ആളായി. എൻ്റെ ഫോട്ടോഗ്രാഫി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് എനിക്ക് എല്ലാ കാസ്റ്റുകളുടെയും പ്രോത്സാഹനം കിട്ടി. പള്ളികളിൽ പോയിട്ടുണ്ട്, മറ്റ് ഹോട്ടലിൽ അവിടെ ഇവിടെയൊക്കെ പോയി ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോകളൊക്കെ എനിക്ക് ഒരു മുതൽക്കൂട്ടാണ്. മറ്റാരെങ്കിലും അവകാശപ്പെട്ടു വരുന്നതുവരെ VK ഷേണായിയാണ് സിനിമാറ്റോഗ്രഫി പഠിച്ച ആദ്യ മലയാളി എന്ന് പറയേണ്ടി വരും. ഈ ലക്കം ബിയോണ്ട് ദി ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.